ഹായ് ഹലോ നമസ്കാരം. കുറച്ചു ദിവസം ഇച്ചിരി തിരക്കായി പോയി, അതുകൊണ്ടാണ് കാണാൻ പറ്റാതെ പോയത്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് തുടങ്ങാം. നിങ്ങൾക്കറിയാവോ, എനിക്കിപ്പോ 87 സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. ഞാൻ നിങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നെന്നറിയാവോ? ചേട്ടാ ഞാൻ ഇങ്ങനെ എപ്പോഴും ഇരിക്കുമ്പോൾ ആലോചിക്കും, ഞാൻ എന്റെ 87 സബ്സ്ക്രൈബേഴ്സ് അവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, അവർക്ക് ഇനി അടുത്ത എന്ത് സെക്ഷൻ, ഈ അടുത്ത സെക്ഷൻ ഞാൻ എന്ത് ചെയ്യും. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഐഡിയ വന്നത്. ട്രിവാൻഡ്രത്ത് തന്നെ പോത്തൻകോടിന് സമീപമായിട്ട് വരുന്ന പഴയ, അതായത് ഏകദേശം 1000 വർഷം പഴക്കം വരുന്ന ഒരു ഗുഹാക്ഷേത്രമുണ്ടെന്നൊക്കെ പറയപ്പെടുന്ന ട്രിവാൻഡ്രത്തെ മടവൂർ പാറയിലെ വിശേഷങ്ങളാവാം ഇന്നത്തെ സെക്ഷൻ എന്ന് കരുതി. മടവൂർ പാറയിലെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട ഒരു സംഭവം കൂടെയുണ്ട്. മടവൂർ പാറ ഇപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വരുന്നത്. അതായത് നമ്മളെ പുരാവസ്തു ഗവേഷണ സംരക്ഷണ സമിതിയുടെ കീഴിലാണ് ഇപ്പോൾ മടവൂർ പാറയുള്ളത്. സോ ഇവിടെ കയറി മേയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇവിടുത്തെ പാർക്കിലെ ടൈം എന്ന് പറയുമ്പോഴത്തേക്കും 9:30 to 6:30 ആണ് ഇവിടുത്തെ പാർക്ക് എൻട്രി ടൈം. ഇവിടെ നമുക്ക് വേറെ സ്പെഷ്യൽ ടിക്കറ്റോ ചാർജസോ അങ്ങനെയൊന്നുമില്ല. നമുക്കിവിടെ വന്ന് നമ്മളെ പേരും എഴുതി മൊബൈൽ നമ്പറും എഴുതിയാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാവുന്നതേ ഉള്ളൂ. വേറെ അഡീഷണൽ ആയിട്ട് ടിക്കറ്റ് ചാർജസോ ഒന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കുന്നില്ല ഇവരെ. ഞാനിവിടെ വന്നപ്പോൾ ആദ്യം തന്നെ കാണുന്നത് നല്ലൊരു പാത്ത് വേയും അവിടെ കുടുംബശ്രീ ക്യാൻറ്റീന്റെ ബോർഡും വെച്ചിട്ട് ഒരു കുന്തമായിട്ട് അങ്ങോട്ട് വെച്ചേക്കുന്നു. അപ്പൊ ഞാൻ നോക്കി, എന്തായിരുന്നാലും വന്നില്ലേ, നല്ല തട്ടിയച്ചും തുടങ്ങാന്ന് കരുതി ഞാൻ ഇങ്ങനെ ആ മനോഹരമായ പാത്ത് വഴി പോയപ്പോഴാണ്, കുറച്ച് താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. ആക്ച്വലി ഇത് ക്യാൻറ്റീനിലേക്കുള്ള വഴിയല്ലായിരുന്നു, ഇത് ഇവിടുത്തെ ടോയ്ലറ്റിലേക്കുള്ള വഴിയായിരുന്നു. അതായിരുന്നു ഇത്ര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഞാൻ ചമ്മിയതോ ചമ്മി, നിങ്ങൾ ചമ്മാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പ്രത്യേകിച്ചെടുത്ത് കാണിച്ചിരിക്കുന്നത്. കണ്ടോ ഞാൻ മനോഹരമായി ഷൂട്ട് ചെയ്ത വ്യൂ. അങ്ങനെ ആ ചമ്മലോടെ ഞാൻ വന്ന് കേറിയതാണ് മടവൂർ പാറ. ഇതാണ് മടവൂർ പാറയിലെ വ്യൂ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? എന്റെ 87 സബ്സ്ക്രൈബേഴ്സിനും സന്തോഷമായോ മക്കളെ? ദേ ആ കാണുന്നതായിരുന്നു ഇവിടത്തെ കുടുംബശ്രീ ക്യാൻറ്റീൻ. അതിനാണ് നമ്മൾ താഴെ മാറി കയറിയത്. പക്ഷെ ക്യാൻറ്റീൻ ഇപ്പൊ വർക്കിംഗ് അല്ല, എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷം വർക്കിംഗ് ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. എന്തായിരുന്നാലും ഞാൻ വന്ന സമയം ക്യാൻറ്റീൻ വർക്കിംഗ് അല്ലായിരുന്നു. ഇവിടെ നമുക്കൊരു ആംഫി തിയേറ്റർ കാണാൻ കഴിയും. ഇതെന്റെ 87 സബ്സ്ക്രൈബേഴ്സിനെ പോലെ വളരെ മനോഹരമാണ്. ഇത് നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ ഇവിടെ കണ്ട ഒരു ബോർഡാണ്, താഴോട്ട് പോകരുത്, പാറയിൽ എഴുതരുത്, പുകവലി പാടില്ല, ഇങ്ങനെയൊക്കെ എഴുതിയ ഒരു ബോർഡ് ഇവിടെ കണ്ടായിരുന്നേ. ഞാൻ അതിനോടൊപ്പം കണ്ട ഒരു ദൃശ്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. കണ്ടോ, നമ്മൾ മലയാളികളുടെ കാര്യമാണ്, എവിടെ എന്ത് ചെയ്യില്ലെന്ന് പറയുന്നോ അത് ചെയ്യാൻ ഈ വേട്ടാവെളിയന്മാർക്കൊരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ. അതാണ് നമ്മൾ മലയാളി മാറരുത്. ഇവിടെ പിന്നെ പാറയിൽ താഴോട്ട് പോകാൻ ശ്രമിക്കരുതെന്ന് പറയുന്നതിന് പ്രത്യേക റീസൺ ഉണ്ട്. നമ്മൾ സാധാരണ പോകുന്ന പോലത്തെ ഒരു പാറയല്ല ഇവിടത്തത്. നമ്മൾ 1 ഇഞ്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല സ്ലിപ്പറിയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പെട്ടെന്ന് നമ്മൾ താഴോട്ട് പോകുന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ല. ഫൈനൽ റിസൾട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ മുകളോട്ടായിരിക്കും പോകുന്നത്. അത്രയ്ക്ക് നല്ല ഒരു ഇതാണ്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും നല്ല സ്ലോപ്പാണ്. അപ്പം നമ്മൾ ചവിട്ട് കൃത്യമായിട്ട് വീണില്ല എന്നുണ്ടെങ്കിൽ താഴോട്ട് പോയിട്ട് ബൗൺസ് ചെയ്ത് നേരെ അങ്ങ് മുകളിലോട്ട് പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ വല്ല തവളയോ അട്ടയോ പാറ്റയോ പെരിച്ചാഴിയായിട്ടോ ജനിച്ചു പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഇപ്പൊ കിട്ടിയ മനുഷ്യകോലത്തിൽ ജീവിക്കണമെങ്കിൽ ഇവര് പറയുന്ന കണ്ടീഷൻസ് ഒക്കെ നമ്മൾ അനുസരിച്ച് നമ്മൾ മര്യാദയ്ക്ക് അടക്കം ഒതുക്കത്തിലൂടെ നടക്കാം. അല്ലെങ്കിൽ വല്ല വീട്ടിലും പാറ്റയായിട്ട് കയറി വല്ല ക്ലോസറ്റിന്റെ അകത്തൂടെ ഓടിക്കൊണ്ട് നടക്കേണ്ടി വരും. ചുമ്മാ എന്തിനാണ്? സാധാരണ എവിടെ ചെന്നാലും എന്തെങ്കിലും കുന്തളിപ്പ് കാണിക്കാറുള്ള ഞാൻ പോലും ഇവിടെ വളരെ മര്യാദയ്ക്കാണ് നടന്നത്. കാര്യം അത്രയ്ക്ക് സ്ലോപ്പാണ് ഇവിടുത്തെ
പാറ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമുക്ക് താഴേക്ക് പോകാനുള്ള പ്ലേസ് ആണ്. ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെ ഗുഹാക്ഷേത്രത്തിനടുത്ത് എത്താൻ കഴിയും. ഇവിടെ ഒരു ആംഫി തിയേറ്റർ ഉണ്ട്, പിന്നെ നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു പ്ലേസ് ഉണ്ട്, പിന്നെ ഇതിന്റെ അടുത്തൂടെ തന്നെ ഒരു ബാംബു ബ്രിഡ്ജ് വരുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ വന്ന സമയം അത് വല്ലാത്ത സമയമായിരുന്നു. അവർ ആ ബാംബു ബ്രിഡ്ജ് ക്ലോസ് ചെയ്തേക്കുക. പിന്നെ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ആഹാര പദാർത്ഥങ്ങളും കാര്യങ്ങളൊന്നും കൊണ്ടുപോകരുതെന്ന്. നമ്മൾ മലയാളികളായതുകൊണ്ട് ചിലപ്പോൾ കൊണ്ടുകയറാൻ ചാൻസ് ഉണ്ട്. എന്തായിരുന്നാലും ഇപ്പൊ ഇത് ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് എനിക്ക് മുകളിലോട്ട് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ക്ഷമിച്ച് നിന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് കാണുന്നത് ഇതിന്റെ അടുത്തൂടെ ഒരു റൂട്ട് വെട്ടിയേക്കുക, നടന്നു പോയേക്കുക. മിക്കവാറും ഇത് കപ്പിൾസ് റൂട്ടായിരിക്കും. എന്തായിരുന്നാലും എനിക്ക് ആ വഴി കണ്ടപ്പോ ഇച്ചിരി കൗതുകം തോന്നി. അപ്പൊ അതിലേ പോയാൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് അതുവഴി വിട്ടു നോക്കി. Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. നല്ല എന്താണ് പറയുന്നത്, ഒരു നമുക്ക് ഇതിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരു കാട്ടിന്റെ ഒരു ഫീലൊക്കെ കിട്ടും. നല്ല ഫ്രഷ് എയർ ആണ്, നല്ല കാറ്റുണ്ട്, നമുക്ക് നല്ല ഒരു ഒരു പ്രത്യേക ഒരു രസമാണ് ഇതിന്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത്. ഇനി ഈ വീഡിയോയും കണ്ടോണ്ട് ഈ വഴിയെ ചെന്ന് കയറി കൊടുക്കരുത്. നല്ല കടിയൻ ഉറുമ്പൊക്കെ ഉണ്ട്, വല്ലയിടത്തും വെച്ച് അത് കടിച്ച് പറിച്ചു വെച്ചേരും. അതുകൊണ്ട് മര്യാദക്ക് ഇരുന്നോളണം, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ നോക്കിയപ്പോ അതിന്റെ അകത്തുനിന്ന് ഒരാൾ നടന്നു വരുന്നതുണ്ട്. അപ്പൊ എന്താണ് അവിടെ അറിയാൻ എനിക്ക് ചെറിയൊരു കൗതുകം തോന്നി. അങ്ങനെ ഞാൻ ചെന്ന് കയറിയപ്പോ ദേ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു കാട്ടിന്റെ അകത്ത് എങ്ങനെ നമ്മൾ നടക്കും ആ ഒരു പ്രതീതിയാണ്. ഭയങ്കര രസമാണ്. അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പാറകളും ഭയങ്കര രസമാണ്. ഇവിടെ വലിയ വലിയ പാറക്കല്ലുകളും ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്താണ് പറയുന്നത്, ഒരു കാടിൻ്റെതായിട്ടുള്ള ഒരു ഫീല് നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഈ വെട്ടിയത് അത് വേറെ ഒന്നുമല്ല, ക്യാമറാമാൻ വാ നോക്കി നോക്കി വന്ന് വീഴാൻ പോയതാണ്. അപ്പം എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണെന്ന് കരുതണ്ട. നമ്മൾ സൂക്ഷിച്ചൊക്കെ ഇതിന്റെ അകത്ത് നടന്നില്ലെങ്കിൽ വന്ന് വീഴാനും തന്മൂലം ചന്തി ഇടിക്കുവാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. സോ ബി കെയർഫുൾ. ഞാൻ അവിടെയൊക്കെ പോയി കറങ്ങി വെച്ച് വന്നപ്പോഴാണ് ദേ ആ കെട്ടി വെച്ചേക്കുന്ന പാലത്തിൽ നിന്ന് ഒരുത്തം വന്നിട്ട് ദേ ആ മുളക്കാട് ചാടി പോകുന്നു. ഇവനൊക്കെ നാണമില്ലേ മലയാളികളെ പറയിക്കാൻ. പിന്നെ ഞാനും അങ്ങ് കേറി, എന്താന്ന് അറിയണ്ടേ മുകളിലെ. പക്ഷെ അതൊരു വല്ലാത്ത തീരുമാനമായിരുന്നു. ഞാനൊരു ലൈവായിട്ട് അവിടെ നടന്നൊരു റെക്കോർഡിങ് ഞാൻ കേൾപ്പിച്ചു തരാം. എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറണ്ടാണ്, കൗതുക ലേശം കൂടുതൽ. ഇതായിരുന്നു അവസ്ഥ. അത്രയ്ക്ക് കിതപ്പായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു കേറ്റം പോലെയൊക്കെയാണ്. അവരിങ്ങനെ ഒരു കേറ്റം പോലെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ആ പാലം കേറി കഷ്ടപ്പെട്ട് ഇത്രയും നടന്നു വന്നപ്പോ ദേ ഞാൻ കാണുന്ന വ്യൂ ആണ് ഇത്. പിന്നെയാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. ഇവിടെ അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. കാര്യം എന്ന് പറഞ്ഞ് ഇവന്മാരെ കയറ്റി വിട്ടോണ്ടിരുന്ന സമയത്ത് ഇവന്മാർ ഈ ബെഞ്ചിൽ പേരും എഴുതി ഇവിടെ എന്തൊക്കെ നശിപ്പിക്കാനുണ്ടോ എല്ലാം നശിപ്പിച്ച് ആകെ വല്ലാത്തൊരു ഇതിലാക്കി ഇട്ടേക്കുക. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവര് പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് ആരെയും കയറ്റി വിടാത്തത്. ഇപ്പൊ ഇവിടെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാതിരിക്കാൻ വയ്യ, ഇവിടെയും നല്ല കിടിലം വ്യൂ പോയിന്റ് ഉണ്ട്. ഞാൻ ഇടയ്ക്ക് അതിന്റെ ഇടയിൽ ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. But if I lay down and I play dead and I stay dead, maybe you'll get sick of being the monster out of my head, under my bed, thinking something out of my nightmares, standing right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string.
You don't understand the pain it brings. പിന്നെ ഞാൻ നേരെ അവിടെ നിന്ന് ഗുഹാക്ഷേത്രത്തിലേക്കുള്ള വഴി കയറി. ഗുഹാക്ഷേത്രത്തിലേക്കുള്ള വഴി എന്ന് പറയുമ്പോൾ നമ്മൾ പാർക്കിന്റെ അകത്തൂടെ പോകുമ്പോൾ കുറച്ച് അഡ്വഞ്ചറസ് ആണ്. അതായത് നമ്മളൊരു കയറിൽ തൂങ്ങി വേണം താഴേക്ക് പോകാനെന്ന് പറയുന്നുണ്ട്. പാറയിൽ കയറെന്തോ കെട്ടിയിട്ടുണ്ടെന്ന്, അതിൽ പിടിച്ചു വേണം നമുക്ക് ഗുഹാക്ഷേത്രത്തിലേക്ക് ഇറങ്ങാൻ. അതല്ലെങ്കിൽ വേറെ ഒരു സൈഡിൽ കൂടെ നമുക്ക് കറങ്ങി റോഡ് മാർഗം തന്നെ ഡയറക്റ്റ് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ എത്താനുള്ള വഴിയും ഉണ്ടെന്നാണ് ഞാൻ ഇവിടെ ഉള്ള 2-3 പേരെടുത്ത് സംസാരിച്ചപ്പോൾ എനിക്കത് മനസ്സിലായത്. അപ്പം ഞാൻ എന്തായിരുന്നാലും ഇത്തിരി അഡ്വഞ്ചറസ് ആണല്ലോ. അപ്പം ഞാൻ എന്തായിരുന്നാലും കയറിൽ തൂങ്ങി ഇറങ്ങാം എന്ന് തന്നെ കരുതി ഞാൻ താഴേക്ക് വിട്ടു. നമ്മളിവിടെ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയിൽ ഒരു കപ്പിൾസ് പോയായിരുന്നല്ലേ? ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അതുകൊണ്ട് ഇപ്പൊ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് തന്ത വൈപ്പ് കയറി വരുന്നത് ഇത്തിരി കൂടുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ മാറ്ററിൽ നിന്ന് തെന്നിപ്പോവാതെ നമുക്ക് വീണ്ടും നമ്മുടെ എന്താ പറയുന്ന ഗുഹാക്ഷേത്രത്തിലേക്കുള്ള വഴി തേടിയുള്ള യാത്ര ആരംഭിക്കാം. അങ്ങനെ ഈ പടവുകൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെയായിട്ടാണ് വന്നെത്തുന്നത്. ഇവിടെ ഞാൻ കണ്ട ഒരു ഭയങ്കര മനോഹരമായ കാഴ്ച എന്ന് വെച്ചാൽ ഇവർ ഈ പാറയിൽ നിന്ന് ഊറി വരുന്ന ഈ വെള്ളമാണ് ഇവരുടെ ഈ ടാങ്കിൽ ഇവിടെ ശേഖരിക്കുകയും ഇതാണ് ഇവിടുത്തെ ഈ ആവശ്യങ്ങൾക്കായി എടുക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. കാണാൻ ഇങ്ങനെ വൃത്തികേട് പോലെ തോന്നുന്നെങ്കിലും അല്ല, നല്ല ശുദ്ധമായ വെള്ളമാണിത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ആ വഴി കണ്ടില്ല. എനിക്ക് മുകളിൽ നിന്ന് ഒരാളാണ് പറഞ്ഞത് ഇവിടെ കൂടെ ഇങ്ങനെ ഒരു പാത്ത് വേ ഉണ്ടെന്ന്. പക്ഷേ ഞാനിനി വന്ന റൂട്ടിന്റെ തെറ്റാണോ ഇനി വേറെ ഏതെങ്കിലും വഴിയാണോ വരേണ്ടതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാനിവിടെ വന്നപ്പോ അങ്ങനെ കയറിൽ പിടിച്ച് ക്ഷേത്രത്തിലേക്ക് പോകേണ്ട വഴിയൊന്നും കണ്ടില്ല. ഞാൻ ആകെ കണ്ടത് ഒരു തമാശയായിട്ടുള്ള സംഭവമാണ്. ഇനി തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിയേ, ഒരു പാറക്കല്ല് താഴോട്ട് ഉരുണ്ടു പോവാതെ കയറിന് കെട്ടി നിർത്തിയേക്കുന്നത്. കയറിനല്ല, ഇതെന്നല്ല, ഇതിന് കെട്ടി നിർത്തിയേക്കുന്നതാണ്. എന്തായിരുന്നാലും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എത്ര കാലം നിൽക്കോ. അങ്ങനെ അവരെയൊക്കെ കളിയാക്കിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഞാൻ നേരെ കാണുന്നത് ഇത്രയും സ്റ്റെപ്പ് കയറണം. ഇത്രയും മാത്രമല്ല, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതുപോലെ ഇനി മുകളിലോട്ടും കയറണം. അത് ഓർത്തപ്പോ ഉണ്ടല്ലോ, എനിക്കിടയ്ക്ക് പൊന്മുടിയിൽ വെച്ച് ശരീരത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങി പോയില്ലേ, അതുപോലെ എന്റെ ശരീരത്തിൽ ആത്മാവ് ഇറങ്ങി കുറെ നേരം മാറി നിന്നിട്ടാണ് തിരിച്ചു കയറിയത്. അങ്ങനെ ഞാൻ വന്നപ്പോഴേ പെട്ടെന്ന് എന്റെ കണ്ണിൽ പെട്ടതാണ് ഈ അരണ. അപ്പൊ ഞാൻ നോക്കിയപ്പോ പാവ അരണ ഇതിങ്ങനെ താഴെ കുഴിയിൽ കിടക്കുമല്ലേ. എന്തായിരുന്നാലും ഇതിനെയും കൂടെ കൊണ്ടുവന്ന് ഇതിനെയും രക്ഷപ്പെടുത്താന്ന് കരുതി ഞാൻ അതിനെയും കൂടെ ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്നു. എന്റെ വലിയ മനസ്സ് എന്നെ അവിടെ വെച്ച് ചിന്തിപ്പിച്ച ഒരു സംഭവമുണ്ട്. മറ്റൊന്നുമല്ല, ഇത് കാണിക്കുന്നുണ്ടോ, ഇതിന് ഒരു സ്റ്റെപ്പ് കൂടെ കയറിക്കഴിഞ്ഞാൽ ഇത് മുകളിലെത്തും. പക്ഷെ ഇത് അവിടെ നിന്ന് ആ സ്റ്റെപ്പ് കയറാൻ എന്നെ വിട്ട് ഒരു 10 പ്രാവശ്യമെങ്കിലും ഇത് പ്രഷർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നമ്മളെ മനുഷ്യരുടെ ജീവിതമായിട്ടാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ മനുഷ്യരും ചിലപ്പോൾ ഇതുപോലെയാണ്. നമ്മൾ ലക്ഷ്യത്തിനടുത്ത് എത്തുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ ഇനി എന്നെ കൊണ്ടിനി പറ്റൂല എന്നുള്ള ഒരു ഇത് നമുക്കുണ്ടായി. നമ്മളത് തൊട്ടടുത്തായിരിക്കും നമുക്ക് എത്തേണ്ട ലക്ഷ്യം, നമ്മളത് വിട്ടേച്ചും പോകുന്നത്. അതുപോലെയാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് മനുഷ്യർക്കിടയിൽ മാത്രം ഉണ്ടോ ഒരു സംഭവം എന്നാണ്. അങ്ങനെയല്ല കേട്ടോ. ഇതേ കുന്തളിപ്പ് എല്ലാ സാധനങ്ങൾക്കും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് എന്നെ കാണിക്കുന്ന നോക്കിയേ. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ. അങ്ങനെ ഫൈനലി അതിനെ ലക്ഷ്യത്തിലെത്തിച്ചു. അത് എവിടെ ചെന്ന് കയറിയത്? ഏതോ ചപ്പ് പാത്രത്തിന്റെ അടിയിൽ കയറി, എവിടെ പോട്ട് അങ്ങനെ അതിന്റെ വഴിയെ എത്തിച്ചു. ഞാൻ പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ക്ഷേത്രത്തിലെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി മുതൽ 9:30 വരെയാണ്. 9:30 ആവുമ്പം ക്ഷേത്രം ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. 9:30 തൊട്ട് നമുക്ക് പാർക്കിലാണ് പ്രവേശനമുള്ളത്. എന്തായിരുന്നാലും ഇതുവരെ വന്നതല്ലേ, ജസ്റ്റ് ഒന്ന് പോയി അവിടുത്തെ ഷൂട്ട് നമുക്ക് ചെയ്യാമെന്ന് കരുതി ഞാൻ ഇവിടെ തൊട്ടടുത്താണെന്ന് പറഞ്ഞു. എന്തായിരുന്നാലും കയറിലോ തൂങ്ങി ഇറങ്ങി എനിക്ക് എന്റെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളതൊന്നും നിങ്ങളെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. സോ എന്തായിരുന്നാലും വണ്ടിയിലെങ്കിലും പോയി അവിടുത്തെ ഇതെന്താണെന്ന് നിന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന് കരുതി ഞാൻ എന്റെ യാത്ര അടുത്ത് അങ്ങോട്ട് തിരിച്ചു. ഞാൻ ഫൈനലി അവിടെ എത്തി. വളരെ കാമായിട്ടുള്ള പ്ലേസ് ആണ്. പക്ഷെ ഞാൻ ചമ്മിപ്പോയി. ഗേറ്റ് ക്ലോസ് ചെയ്തു. അപ്പൊ ഞാൻ പുറത്തു നിന്ന് എനിക്ക് കുറച്ച് ഷൂട്ട് ചെയ്യാനേ പറ്റിയിട്ടുള്ളൂ. എന്തായിരുന്നാലും ഞാൻ ഒരു ദിവസം തീർച്ചയായിട്ടും ഇതിന്റെ ബാക്കി എപ്പിസോഡ് ഞാൻ ഷൂട്ട് ചെയ്യും. ഞാൻ എന്തായിരുന്നാലും ഫ്രീ ആവുന്ന ഒരു ദിവസം വരും. നമ്മൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയി ഉടനെ തന്നെ കണ്ടുമുട്ടും. അതുവരത്തേക്കും ടാറ്റാ, ബൈ ബൈ. But if I lay down and I play dead and I stay dead, maybe you'll get sick of being the